പലപ്പോഴും പലരും കൂടുതൽ ആകുലപ്പെടുന്നത് ഈ തൊലിപ്പുറത്തുള്ള പരിക്കുകളെ കുറിച്ചായിരിക്കും. പലപ്പോഴും എന്ത് അപകടം സംഭവിച്ചാലും അതെ ഈ തൊലിപ്പുറത്ത് പരിക്കുകൾ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ നിസ്സാരമായി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇന്റേണൽ ഇഞ്ചുറി ആയിരിക്കും കൂടുതൽ ഗുരുതരമായി വരുന്നതും. അപ്പോൾ ഇത്തരത്തിലെ പരിക്കുകളുടെ ആഘാതവും തീവ്രതയും എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഡോക്ടർ? സാധാരണ നമുക്ക് ഒരു രോഗിയെ പരിശോധിക്കുന്ന ഒരു ട്രെയിൻഡ് ഡോക്ടർ, ന്യൂറോ സർജൻ വേണമെന്നില്ല, ഒരു കാഷ്വാലിറ്റിയിൽ നടത്തുന്ന ജനറൽ സർജനോ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്കോ വേണ്ട രീതിയിലുള്ള ഒരു പരിശീലനം നൽകുകയാണെങ്കിൽ രോഗിയുടെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ തലച്ചോറിലെ പരിക്ക് തിരിച്ചറിയാൻ പറ്റും. കണ്ണിലെ കൃഷ്ണമണിയുടെ ചലനം, അതിന്റെ പ്യൂപ്പിൾസ്, ലൈറ്റ് അടിക്കുമ്പോൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഉള്ള റെസ്പോൺസ്, നാഡി മിടിപ്പിന്റെ വേഗത, കൈകാലുകളുടെ ഇളക്കം, ഇങ്ങനെ കുറെ ഒരു ട്രെയിനിങ് കൊടുത്ത് വളരെ ഏതാനും 10 സെക്കൻഡ് കൊണ്ട് നോക്കിയെടുക്കാൻ പറ്റുന്ന ചില സ്കോറിംഗ് സിസ്റ്റംസ് നമുക്കുണ്ട്. ഗ്ലാസ്ഗോ കോമ സ്കോർ എന്നൊക്കെ പറഞ്ഞു. ഈ സ്കോറിംഗ് സിസ്റ്റം പരിശീലനം കൊടുത്ത് ഏത് ഡോക്ടർക്കും ചെയ്യാം. ആ ഡോക്ടർക്ക് 1 സെക്കൻഡ് കൊണ്ട് രോഗിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, സീരിയസ് ആണോ എന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഈ സുവർണ മണിക്കൂർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ഗോൾഡൻ അവർ. ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം നമുക്ക് മാക്സിമം കെയർ രോഗിക്ക് നൽകണം. പലപ്പോഴും അത് പറ്റാറില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും. കാരണം വാഹന അപകടം സംഭവിച്ച രോഗി റോഡ് സൈഡിൽ കിടക്കുന്നു, ആരും നോക്കുന്നില്ല, 1-2 മണിക്കൂർ കഴിയുന്നു. ഈ സമയത്ത് ശരിക്കൊരു പാരാമെഡിക്കൽ സർവീസസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 108 ആംബുലൻസിന്റെ സർവീസൊക്കെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരം എത്തിക്കഴിഞ്ഞാൽ ഈ ആംബുലൻസ് ഡ്രൈവർക്കോ അല്ലെങ്കിൽ അതിലുള്ള പാരാമെഡിക്കൽ നഴ്സ് കാണും മിക്കവാറും, അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഈ 1 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഹെഡ് ഇഞ്ചുറി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്. ഓക്സിജൻ കൊടുക്കുക ഏറ്റവും പ്രധാനം. കാരണം തലച്ചോറിന് എന്ന നാഡികൾക്ക്, കോശങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഓക്സിജനാണ്. ഓക്സിജൻ കൊടുക്കാനായിട്ടുള്ള സിലിണ്ടർ ഉണ്ടെങ്കിൽ ഓക്സിജൻ കൊടുക്കാം. രോഗിയെ ഇമ്മൊബിലൈസ് ചെയ്യുക, അനങ്ങാതെ ഒരു സ്പൈൻ ബോർഡിൽ കിടത്തുക. പിന്നെ രോഗിക്ക് IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്ത് BP രക്തസമ്മർദ്ദം ഒരുപാട് താഴ്ന്നു പോകാതെ നോക്കുക. ഈ 3-4 കാര്യങ്ങൾ ചെയ്ത് 1 മണിക്കൂറിനകം രോഗിയെ ഒരു ആശുപത്രിയിൽ, വിദഗ്ധ പരിചരണത്തിന് പറ്റുന്ന ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ആംബുലൻസുകളുടെ അല്ലെങ്കിൽ ഇത്തരം പാരാമെഡിക്കൽ സർവീസസിന്റെ ലക്ഷ്യം. അത് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പല രോഗികളെയും നമുക്ക് തീവ്രമായ ഗുരുതരമായ പരിക്കുകളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും.